ഉറക്കമൊക്കെ കുറെ നാള് കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. അതെ, ഒരു പോള കണ്ണടച്ചിട്ടില്ല. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ഫ്ലാഷ് ബാക്ക് 71.6 വർഷം കൂടുമ്പം 1 ഡിഗ്രി എർത്ത് സ്പിൻ ചെയ്യുന്ന ആക്സിസ് ടിൽറ്റ് ചെയ്യും. അതൊന്ന് ആക്സിയൽ പ്രൊസഷൻ എന്നാണ് പറയുന്നത്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. അപ്പൊ ഇപ്പൊ നോക്കുവാണെങ്കിൽ മിനിമം ഒരു പതിറ്റാണ്ടെങ്കിലും പുറകോട്ട് കിടക്കുന്ന ഇവരുടെ ഈ ജ്യോതിഷത്തിന്റെ സമയവും ഇപ്പോഴത്തെ സമയവും തമ്മിൽ എന്താണ് അവര് കൃത്യമായിട്ട് പറയും. അപകടം എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാരൻ ചവച്ച് തുപ്പിയിട്ട് പോയിട്ടുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ആചാര്യന്മാര് കണ്ടുപിടിച്ചു നാഴിക വിനാഴിക കല കാഷ്ട ത്രസ്രേണു എന്നും തുടങ്ങി. ചോദ്യം അതല്ല, ചിലപ്പോ പന്നിപ്പനിയുടെ തുടക്കമായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ആക്സിയൽ പ്രൊസഷൻ കാരണം എർത്ത് ഇങ്ങനെ ചെരിഞ്ഞോണ്ടിരിക്കുവാണ്. ഞങ്ങൾക്ക് ഗണിതമാനമുണ്ട്. പറഞ്ഞു തീർക്കാന്താ ഉത്തരം മുട്ടുമ്പോ കൊന്നം കുത്തി കാണിക്കുന്ന ഒച്ച വെച്ചിട്ട് കാര്യമില്ല. ഇതൊന്നും ഇപ്പൊ ആ സ്ഥാനത്തല്ല, ഭൂമി ചെരിഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങള് ഇപ്പൊ ഉപയോഗിക്കുന്നത് മൊത്തത്തോടെ തെറ്റാണെന്ന് സയൻസ് കാലങ്ങളായി തെളിയിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം. അല്ല, അതിന് ഞാൻ ഗുളിക തരാം. സാമ്പത്തിക പരാധീനത, കടം, ഇതിൽ നിന്ന് കരകയറാനുള്ള മാർഗം തേടി വരുമ്പോ നിങ്ങൾ ഈ കൊടുക്കുന്ന ഈ ആശ്വാസ ലേപനം ഉണ്ടല്ലോ, അത് ശരിയായ വഞ്ചനയും ചൂഷണവുമാണ്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. പ്രശ്നം വെക്കുന്ന ആരാണെന്ന് അതാ ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. ഞാൻ ചോദിച്ചപ്പോ എന്താ നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞേ? ഞാൻ ചോദിച്ചില്ലേ ആസ്ട്രോടോക്കിൽ ആരൊക്കെ രജിസ്റ്റർ ചെയ്തെന്ന് ചോദിച്ചില്ലേ? ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ. ആ ബിസിനസ് മോഡലിന്റെ കറക്റ്റ് സംഭവം എന്താണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജോഹാനസ് കെപ്ലർ പറഞ്ഞിട്ടുണ്ട്. അതായത് ബുദ്ധിമതിയായ അമ്മ പട്ടിണി കിടന്ന് ചാവുണ്ടെങ്കിൽ വിഡ്ഢിയായ മകള് ജോലിക്ക് പോകണമെന്ന് തന്നെയാണ്. ആസ്ട്രോണമി കഞ്ഞി കുടിച്ചു പോകണമെങ്കിൽ ആസ്ട്രോളജി ഫീൽഡിൽ ഇറങ്ങിയാലേ കാര്യം നടക്കുകയുള്ളൂ എന്നാണ് അവര് പറഞ്ഞത്. എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇവനെ കൂലിപ്പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയും ജീവിക്കും. ഈ ചൂഷകരുടെ കമ്മീഷൻ പറ്റിലാണ് ഏറ്റവും വലിയ ബിസിനസ്. അതിനകത്തിലെ 10 രൂപ കിട്ടി കഴിഞ്ഞാൽ സ്വന്തം തന്തയുടെ പേര് മാറ്റി പറയുന്നവന്മാര് ഇന്ത്യയിലും കാണും. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്. സാധനയുടെ ഉപാസനയുടെ ഭാഗമാണ് ജ്യോതിശാസ്ത്രം. ഞങ്ങൾക്ക് ഇത് ബിസിനസ് അല്ല. അതൊക്കെ മീൻ ബിസിനസിന്റെ കാര്യം പറഞ്ഞാൽ മതി. ക്ഷോഭം ഒന്നിനും ഒരു പരിഹാരമല്ല. ജോസ് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? ആ പഠിച്ച് മറന്നുപോയതുകൊണ്ട് അവർക്ക് പരീക്ഷ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ വരും. പക്ഷെ ഇത് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് ഏത് ഗ്രഹത്തിന്റെ പ്രശ്നം? മിനിറ്റ് പറയാം. അത് അസ്ട്രോളജിയിലെ ചന്ദ്ര സർപ്പ യോഗം കൊണ്ട് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത്. കാരണം ഒരു മനുഷ്യന്റെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ശാസ്ത്രം തന്നെയാണ്. വേണോ വേണ്ടത് പ്രവചനം വേണമെന്നോ? ഒരിക്കലും ഞാൻ അതിനോട് പ്രവചനം വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ചൊവ്വ ഏതാണ്ട് 5.46 കോടി കിലോമീറ്റർ ദൂരെ നിൽക്കുന്നത്. നീ പ്രതീക്ഷിക്കുന്നതിലും വളരെ വലുതാണ് ഞങ്ങളുടെ ലോകം. അത്രയും ദൂരെ ഇരുന്നുകൊണ്ട് കേരളത്തിലെ മാത്രം പെണ്ണുങ്ങളുടെ വിവാഹം മുടക്കുന്ന എങ്ങനെയാണെന്ന് അറിയാൻ കൊള്ളാം. ആ അഷ്ടമഭാവത്തിൽ ചൊവ്വ നിന്നാലും ഇവർക്ക് ആയുസ്സിന് ദോഷം ഉണ്ടാകും, ദീർഘദാമ്പത്യത്തിന് ദോഷം ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയാണ്. കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. കാര്യം ഇന്ന് ശാസ്ത്രവും യുക്തിയും പഠിച്ചതാണ്ട് ആ 2 കുട്ടികളോട് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാര്യം അവര് ഇത്രയും നേരം ഇവിടെ കിടന്ന് പല്ലും വായിട്ടളച്ചതേ ഉള്ളൂ. അവര് കാതലായ വിഷയമാണ് ചോദിച്ചത്. കാര്യം ഒരു പ്രസവിച്ച സ്ത്രീക്ക് മാത്രമേ പ്രസവ വേദന അറിയത്തുള്ളൂ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു. അദ്ദേഹം നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നല്ലൊരു ദിവസം നോക്കി ദൈവം നിശ്ചയിച്ചൊരു ദിവസം നോക്കി എന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ കൃത്യമായിട്ട് നടത്തി വെച്ചിരിക്കുന്നതാണെങ്കിൽ ഇതിന്റെ അകത്ത് ഏതാ നല്ലൊരു ദിവസം എന്ന് പറഞ്ഞു തരാമോ? മാർത്താണ്ഡവർമ്മ മഹാരാജാവും ജനിച്ച അതേ ദിവസം തന്നെ ആ നാട്ടിൽ മറ്റൊരാളും ജനിച്ചിട്ടുണ്ട്, അതേ നക്ഷത്രത്തിൽ. എന്നിട്ട് അദ്ദേഹം ജനിച്ച സമയത്ത് ഗ്രഹങ്ങളെല്ലാം ഉച്ചസ്ഥിതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു രാജാവായി ഭവിച്ചു. ഇദ്ദേഹത്തിന്റെ ജാതകത്തിൽ ഗ്രഹങ്ങൾ ചില ദോഷസ്ഥാനത്ത് നിന്നുകൊണ്ട് അങ്ങനെ ഭവിച്ചു. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? അസംബ്ലി പിരിച്ചുവിട്ടു. ആ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങൾ ഈ ആളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു എന്താണ് അതിന്റെ യോഗ്യത?
പാടുവിട്ടിക്കരുതേ. എന്റെ വീട്ടില് ഒരു വൃക്ഷത്തിന്റെ ചോട്ടിൽ ഒരു വൃക്ഷം കുഴിച്ചിട്ടേ ഒരു ചെടി കുഴിച്ചിട്ട് അത് പൊങ്ങൂല. അല്ല സർ, ഈ പശുവിനെ പറ്റി 10 വാചകം എഴുതാൻ പറയുമ്പോഴേ അതിനെ പിടിച്ച് തെങ്ങെ കെട്ടിയിട്ട് തെങ്ങിനെ പറ്റി 10 വാചകം എഴുതുന്ന പോലെ ഉണ്ടല്ലോ. ചന്ദ്രൻ പിന്നെ ഈ വേലിയേറ്റ സമയത്തും വേലിയിറക്ക സമയത്തും ഇവിടുന്ന് വെള്ളം മേലോട്ട് പോവുകയും താഴോട്ട് വരികയും ചെയ്യുന്ന കടലിൽ 70% വെള്ളമുള്ള മനുഷ്യനെ ഈ ചന്ദ്രൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കേട്ടോ ബാലു, അതായത് സമുദ്രജലത്തെ ചന്ദ്രൻ ആകർഷിക്കാൻ പറ്റുന്ന അത് ഇളകുന്ന ഒരു ബോഡി ആയതുകൊണ്ടാ. ചന്ദ്രൻ ഭൂമിയെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് മാത്രമല്ല വേലിയേറ്റം ഉണ്ടാവുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും വേലിയേറ്റം ഉണ്ടാവുന്നുണ്ട്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇനി എന്തുകൊണ്ടാണ് ഈ ചന്ദ്രൻ കുളത്തിലെയും കിണറിലെയും ഗ്ലാസ്സിലെയും വെള്ളത്തെ ആകർഷിക്കാത്തത്? കയ്യിന്ന് പോയടാ ചാർലി. മനുഷ്യ ശരീരത്തിലെ വെള്ളത്തെ ആകർഷിക്കാത്ത അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അതിന്റെ രണ്ടും പ്രിൻസിപ്പിള് വേറെയാണ്. മനസ്സിലായ? പിന്നെ അങ്ങനെ സർജറി ചെയ്യാത്ത ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്ക് ചെറുപ്പത്തിലെ ഇതേപോലെ കിട്ടിയിട്ടുള്ള ഇൻഡോക്ട്രിനേഷൻ. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. 2 MD പാസ്സായ 2 ഡോക്ടർമാരെ 2 ഡയഗ്നോസിലെ ഒരു രോഗി കൊന്നു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന ശാസ്ത്രം ശരിയായിരിക്കണം. അസ്ട്രോളജി തെറ്റാണ്, മെഡിക്കൽ സയൻസ് ശരിയാണ്. അതാണ് അതിന്റെ വ്യത്യാസം. ചോദിച്ചായിരുന്നു ഈ തിരുവാതിരയിൽ ജനിക്കുവാണെങ്കിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് എഫക്ട് എന്താണെന്ന്. അതെന്താണെങ്കിലും അത് ഇവർക്ക് അറിയത്തില്ല, അത് ഇവർ പറയത്തില്ല. ആൾ പവർ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യോതിഷത്തിൽ ഒരിക്കലും ഒരു കാര്യവും തെളിയിച്ചു പറയില്ല. അവരൊന്നെങ്കിൽ അവര് എപ്പോഴും അതൊരു മങ്ങിയ രീതിയിൽ, അതായത് മകന് 48 വയസ്സ് കഴിഞ്ഞാൽ 49 വയസ്സാകും. മകന്റെ മനസ്സിൽ 1-ന് 3-ന് ഇടയ്ക്കുള്ള സംഖ്യ വിചാരിച്ചു 2-5. മോന്ത കണ്ട പട്ടി കഞ്ഞി കുടിക്കത്തില്ല. മോഷണം പോയ വിഷയം ഒന്നുമല്ല കണ്ടുപിടിച്ചത്. ദേവപ്രസനം നടത്തിയ തലയോലപ്പറമ്പ് മേനോൻ സാറാണ് കണ്ടെത്തിയത്. ക്രൈംബ്രാഞ്ചിൽ തസ്തിക കൊടുക്കാമല്ലോ. ഇവര് പറയുന്നത് വെച്ചാണെങ്കിൽ കേരളത്തിലെ പോലീസിനെ പിരിച്ചു ജ്യോതിഷക്കാരെ ഏൽപ്പിക്കുക. വളരെ എളുപ്പം, ചെലവ് കുറവ്, ഡീസൽ ലാഭം, ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കണ്ട, ഇവർക്ക് മാത്രം കൊടുക്കും. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. 100 വർഷം ഈ ജനസമൂഹത്തെ പറഞ്ഞു പറ്റിച്ചു. ഭൂമി അയ്യോ, ശാസ്ത്രത്തെ വെല്ലുവിളിക്കരുത് ശിവനെ. അത് ശാസ്ത്രത്തെ എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ചന്ദ്രന്റെ ബിംബത്തിൽ തട്ടിയിട്ട് അത് പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് ചന്ദ്രൻ പ്രകാശഗ്രഹമായി മാറണത്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലോട്ട് തട്ടുന്നുണ്ട് എന്നും പറഞ്ഞ് ഭൂമി പ്രകാശകരമാവോ? എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ? അല്ല, അതിന് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ പറയുന്നതിനൊക്കെ നീ ഒന്നും പണയണ്ട. വേദത്തിൽ നിങ്ങൾ ചോദിച്ചാൽ ഗീതയൊക്കെ തെറ്റാണെന്ന് പറയും. അത് കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. മാനസിക രോഗത്തിലേക്ക് ഇതേ ഇനവും തരവും തണ്ടിയും വേറെ ശ്രീധര, നീ താങ്ങത്തില്ല. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ നിക്കാൻ നേരമില്ല.